സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതിയാൽ കിട്ടുമായിരുന്ന എവിഡൻസുകൾ പോലും വേണ്ട വിധത്തിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന് സാധിക്കാതെ പോയത്? ഒന്നാം പ്രതി എട്ടാം പ്രതിക്ക് അയച്ചു എന്ന് പറയുന്ന ലെറ്ററിന്റെ അകത്ത് ഗൂഢാലോചനയാണ് ഇപ്പോൾ എട്ടാം പ്രതി ശ്രീ ദിലീപ് ആരോപിക്കുന്നത്. ആ ലെറ്റർ അയക്കപ്പെട്ടത് ഗൂഢാലോചനയുടെ പുറത്താണോ, ജയിലിൽ നിന്നുണ്ടായിരുന്ന രണ്ടാം സഹതടവുകാരൻ ത്രൂ അത് പോയത് എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ പോലീസിനെ സംബന്ധിച്ച്, ജയിൽ വകുപ്പിനെ സംബന്ധിച്ച്, ആത്യന്തികമായി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ ആക്സസബിൾ ആയിട്ടുള്ള വിവരങ്ങളാണ്. അവർക്ക് വളരെ ഏത് ജൂനിയർ അഭിഭാഷകനും കോടതിയിൽ എവിഡന്റിക്കലായി തെളിയിക്കാൻ പറ്റുമായിരുന്ന ഇൻ ഹാൻഡ് എവിഡൻസുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തെളിയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയത്? ശ്രീ വസന്ത് തെങ്ങുംപള്ളി, UDF നിലപാട് പറയേണ്ട ആൾ UDF കൺവീനർ ആണല്ലോ. UDF കൺവീനർ പറയുന്ന നിലപാട് UDFന്റെ നിലപാടായിരിക്കും. രാവിലത്തെ UDF കൺവീനറുടെ നിലപാട് ദിലീപിന് നീതി കിട്ടി എന്നുള്ളതായിരുന്നു. ഉച്ചക്കത്തെ UDF കൺവീനറുടെ നിലപാട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. വൈകുന്നേരത്തെ നിലപാട് ഇപ്പോൾ 7:45 ഇതുവരെ വന്നിട്ടില്ല, വരുമോ എന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ UDFന്റെ നിലപാടായി കാണേണ്ടി വരുമല്ലോ. ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. രാവിലെ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ അദ്ദേഹം തന്നെ ചേർത്ത് വെച്ചൊരു വാക്കുണ്ട് വ്യക്തിപരമായി എന്ന്. അത് വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ അത് പറഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറത്ത് ആ നിലപാട് തിരുത്തിച്ച് ഔദ്യോഗിക UDFന്റെ നിലപാട് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളോട് പറയിപ്പിച്ചത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നോക്കൂ, ഈ തീവ്രത അളക്കാൻ പോയ കമ്മീഷൻ ഇതുവരെ തിരുത്താത്ത നാട്ടിലാണ്. മുകേഷ് ഇനിയും രാജിവെക്കേണ്ടതില്ല എന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവി പറഞ്ഞിട്ട് വർഷം ഉടനെ മുകേഷിനെ രാജിവെപ്പിച്ചില്ല, തീവ്രത അളന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ആദ്യം ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടല്ലേ ബാക്കി. ഇതിപ്പോ രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കേസല്ലല്ലോ. കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണുന്ന രാഷ്ട്രീയ ബന്ധമില്ലാത്ത ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അപ്പൊ ആ കേസിനകത്ത് പോലും ഇതുപോലെ UDF കൺവീനറുടെ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ആശ്ചര്യജനകമാണ്. ശ്രീ അഭിലാഷ്, ഞാനത് പറഞ്ഞത് എല്ലാ കാര്യത്തിലും മുകേഷിനെ വലിച്ചിഴയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല. പക്ഷേ നിലപാടുകളുടെ ഒരു കമ്പാരിസൺ ഉണ്ടാവണമല്ലോ. UDFും LDFുമായി ബന്ധപ്പെട്ട്, CPMും കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്ത്രീവിരുദ്ധവും പൂർണ്ണാർത്ഥത്തിൽ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന് അനുകൂലവുമായ നിലപാടെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് തിരുത്താത്തവരാണ് ഇപ്പുറത്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ UDF കൺവീനറിനെ കൊണ്ട് തന്നെ നിലപാട് തിരുത്തിച്ച ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. നോക്കൂ, അദ്ദേഹം രാവിലെ പറയുന്നത് വ്യക്തിപരമായി ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം പറഞ്ഞ് 1 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കൊണ്ട് അതല്ല ഔദ്യോഗിക UDFന്റെ നിലപാടെന്നും അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി, അത് തിരുത്തേണ്ടത് ഇങ്ങനെയാണ്, ഇതാണ് ഔദ്യോഗികമായ UDFന്റെ നിലപാടെന്നും പറയിപ്പിക്കാൻ സാധിച്ചത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. നിരുപാധികമായി യാതൊരുവിധ ഉപാധികളുമില്ലാതെ, യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ, ഇഞ്ച് കണികയുടെ പോലും വ്യത്യാസമില്ലാതെ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. അവർ പറയുകയാണ് ഈ വിധിയിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ UDFനും ഈ വിധിയിൽ വിശ്വാസമില്ല. അവർ പറയുകയാണ് ദിലീപിനെ വെറുതെ വിട്ട കേസിൽ എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട് ഈ വിധിയിൽ. അതായത് വിധിയുടെ പൂർണ്ണ പകർപ്പ് കിട്ടുക 12-ാം തീയതിയോടുകൂടിയാണ്. അപ്പോൾ അവർ പറയുകയാണ് ഇതിൽ എനിക്ക് പൂർണ്ണമായി വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വിശ്വാസമില്ല. അവർ പറയുകയാണ് സർക്കാർ അപ്പീൽ പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ആ നിലപാടിനൊപ്പം തന്നെയാണ്. പക്ഷെ നോക്കൂ, പ്രോസിക്യൂഷൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയില്ലേ കേസിൽ? ആരുടെ പ്രോസിക്യൂഷനാണ്? ഏത് സർക്കാർ നയിക്കുന്ന പ്രോസിക്യൂഷനാണ്? നോക്കൂ, 1-8 പ്രതികൾ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രഥമമായ ഡിഫൻസിന്റെ വാദം. അതായത് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്ന ഡിഫൻസ് വാദം അംഗീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി ഈ വിധി വരിക. ആ വിധിയുടെ പൂർണ്ണ പകർപ്പ് കിട്ടിയാലാണ് അത് നമുക്ക് മനസ്സിലാക്കുക. പക്ഷെ അതാണ് ബേസ് വാദം. ആ ബേസ് വാദം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ അഭിലാഷ്, അങ്ങോ ഞാനോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലും ഒക്കെ പരതിയാൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഡസൻ കണക്കിന് ഫോട്ടോകൾ കിട്ടും. അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതിയാൽ കിട്ടുമായിരുന്ന എവിഡൻസുകൾ പോലും വേണ്ട വിധത്തിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന് സാധിക്കാതെ പോയത്? ഒന്നാം പ്രതി എട്ടാം പ്രതിക്ക് അയച്ചു എന്ന് പറയുന്ന ലെറ്ററിന്റെ അകത്ത് ഗൂഢാലോചനയാണ് ഇപ്പോൾ എട്ടാം പ്രതി ശ്രീ ദിലീപ് ആരോപിക്കുന്നത്. ആ ലെറ്റർ അയക്കപ്പെട്ടത് ഗൂഢാലോചനയുടെ പുറത്താണോ, ജയിലിൽ നിന്നുണ്ടായിരുന്ന രണ്ടാം സഹതടവുകാരൻ ത്രൂ അത് പോയത് എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ പോലീസിനെ സംബന്ധിച്ച്, ജയിൽ വകുപ്പിനെ സംബന്ധിച്ച്, ആത്യന്തികമായി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ ആക്സസബിൾ ആയിട്ടുള്ള വിവരങ്ങളാണ്. അവർക്ക് വളരെ ഏത് ജൂനിയർ അഭിഭാഷകനും കോടതിയിൽ എവിഡന്റിക്കലായി തെളിയിക്കാൻ പറ്റുമായിരുന്ന ഇൻ ഹാൻഡ് എവിഡൻസുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തെളിയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയത്?
ആ പ്രോസിക്യൂഷൻ പരാജയത്തിന് പിന്നിൽ എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ, ഒരുമിച്ചുള്ള പ്ലാനിങ്ങുകളുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതായി വരും. എന്തായാലും ഞങ്ങൾ ആ വിധിപ്പകർപ്പ് സംശയം കിട്ടിയാലേ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് കോടതി കണ്ടിട്ടുള്ളത്, ജഡ്ജിയിലെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിധിപ്പകർപ്പ് കിട്ടിയാൽ മാത്രമേ അതിലേക്ക് വിശദമായി കടക്കാൻ കഴിയൂ എന്നുള്ള പരിമിതിയുണ്ട്.